ഈ മുഖപ്രസംഗം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. വീക്ഷണത്തിൻ്റെ ഈ പേപ്പറിൽ വെബ്സൈറ്റിലൊക്കെ ആ മുഖപ്രസംഗം ഇപ്പോഴും ഉണ്ട്. അതായത് സൂര്യനെല്ലി പെൺകുട്ടി ഒരു CPM കാരിയായിരുന്നുവെന്നും അവരെ ഇരയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് CPM ചെയ്തതെന്നുമാണ് പറയുന്നത്. ആ കേസിൻ്റെ ഗതി എന്തായെന്ന് പിന്നീട് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? 3 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു ഇരയെ അപമാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. ജിംസ് നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് വീക്ഷണം പത്രത്തിന് മേൽ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട് എന്നത് ഇപ്പോൾ ദേശാഭിമാനിയുടെ മേൽ CPM-നുള്ളതുപോലെ മറ്റേതെങ്കിലും പാർട്ടി പത്രങ്ങൾ ഉള്ള പോലെ പൂർണ്ണമായൊരു കൺട്രോളിലൊന്നുമല്ല. അതിൻ്റെ എഡിറ്റോറിയൽ പാർട്ടിയെ കാണിച്ച് പാർട്ടിയുടെ അനുവാദം മേടിച്ച് ഒന്നുമല്ല പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട PCCയുടെ അധ്യക്ഷൻ അത് പരിശോധിക്കുമെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും പറയുന്നത്. സ്വാഭാവികമായും ഞങ്ങളുടെ സ്റ്റാൻഡ്, കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് അതാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. കാരണം ഞങ്ങൾ മറ്റേ ആന്തൂർ സാജൻ്റെ ഭാര്യയെപ്പറ്റി പിറ്റേ ദിവസം അവിഹിത കഥ എഴുതി അതുകൊണ്ടാണ് ആന്തൂർ സാജൻ മരിച്ചുപോയത് എന്ന് ദേശാഭിമാനിയിൽ എഴുതി വെച്ചിട്ട് ഇതാ മാസം 1 വർഷങ്ങളോളം കഴിയുന്നു, എന്നിട്ടും തിരുത്താത്ത പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ വീക്ഷണത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ വീക്ഷണത്തിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് ഇത്രയും മണിക്കൂറായിട്ടും രാവിലെ പത്രം ഇറങ്ങി ഈ സമയമായിട്ടും അതിൽ തെറ്റുണ്ടെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടില്ല, അതിൽ തെറ്റുണ്ടെന്ന് വീക്ഷണം തിരിച്ചറിഞ്ഞിട്ടില്ല, അതിൽ തിരുത്തിയിട്ടില്ല, ഒരു മാപ്പും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതവിടെ നിലനിൽക്കുകയാണ്. വസന്തിന് പോലും തോന്നുന്നില്ല അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. അതല്ല, ആ മുഖപ്രസംഗത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് വസന്തിന് പോലും തോന്നുന്നില്ല. അല്ല അജിംസ്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. വ്യക്തിപരമായ അഭിപ്രായം പറയാനല്ലല്ലോ ഞാനുള്ളത്. ഞാൻ പാർട്ടിയുടെ അഭിപ്രായമല്ലേ പറയാം. അപ്പോൾ വളരെ കൃത്യമായി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാപരമായ ചില ചട്ടക്കൂടുകളുണ്ട്. ആയതിൽ കൂടെ അത് പരിശോധിച്ച് അതിൽ തെറ്റുണ്ടെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തിരുത്തും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ ആന്തൂർ സാജൻ്റെ ഭാര്യയെപ്പറ്റി എഴുതിയതിനെപ്പറ്റി, മറിയക്കുട്ടിച്ചേടത്തിയെപ്പറ്റി എഴുതിയതിനെപ്പറ്റി. മറിയക്കുട്ടിച്ചേടത്തിയുടെ ബാല്യകാലത്ത് അവർ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏതോ ഒരു കൂട്ടുകാരുമായി കളിക്കാൻ പോയ ഏത് മണ്ണപ്പൻ ചുട്ട് കളിക്കാൻ പോയ കഥ തൊട്ട് അവർ 90ാമത്തെ വയസ്സ് വരെ ചിക്കിച്ചികഞ്ഞെഴുതിയ ദേശാഭിമാനി അങ്ങ് മറന്നുപോയോ? അവരെ പോലെയൊന്നും ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കില്ലെന്നേ. തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 2, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലേക്ക് പോകുന്നു, കോടതിയുടെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയാണല്ലോ ആ നീതിന്യായ വ്യവസ്ഥ അയാളെ കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതിനൊക്കെ 5 മാസം മുമ്പാണ് കേട്ടോ ജിംസ്. ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് ഒരു വെള്ളക്കീർ കടലാസ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷയാണ്, പക്ഷേ ആ വെള്ളക്കീർ കടലാസിൽ പോലും പരാതി ഇല്ലാത്തൊരു കാലത്ത് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തത്, ഞങ്ങൾ അയാളെ മാറ്റി നിർത്തിയത് പാർട്ടിയുടെ ഏതെങ്കിലും ബക്കറ്റ് പിരിവ് നടത്തി കോടികളുള്ള അഭിഭാഷകരെയൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പിൽ നിർത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള സംഘടനാപരമോ രാഷ്ട്രീയപരമായോ സംരക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പ് കേരളത്തിന്റെ മനസാക്ഷിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് പാലിച്ചും പോരുന്നുണ്ട്. വീക്ഷണം മുഖപത്രം, കോൺഗ്രസിന്റെ മുഖപത്രം അയാൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്, പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ആ പിന്തുണ പോലും നിങ്ങൾക്ക് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടേ അത് തെറ്റാണെന്ന് പറയാൻ വസന്തിന് കഴിയും, അല്ലേ? അല്ല അജിംസ്, ഞാനത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളത് തിരുത്തുമെങ്കിൽ തിരുത്തേണ്ടതായിട്ട്. അല്ല, അത് തെറ്റാണോ വസന്ത് വ്യക്തിപരമായ അഭിപ്രായം പറയണ്ട. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതുന്നത് തെറ്റാണോ? രാഹുലിനെ പിന്തുണച്ചുകൊണ്ടല്ലോ. ആ മുഖപ്രസംഗത്തിൽ കാലങ്ങളായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള CPM നടത്തുന്ന വേട്ടയാടലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സൂര്യനെല്ലി കേസിലെ ഇരയെ വേഷം കെട്ടിച്ച് CPM കൊണ്ടുവന്നതാണോ? അല്ല, 10 ലക്ഷം രൂപ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് പറയാനെന്ന് സരിദാസ്. സൂര്യനെല്ലി കേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സൂര്യനെല്ലി കേസിനെ കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ആ ഇര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വസന്ത്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച കാണുന്നുണ്ടാവും. അല്ല അജിംസ്, ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ഇരകളെ, നീതി ലഭിക്കേണ്ട ഇരകളെ ഒന്നും ഒരു തരത്തിലും, അത് സൈബർ വെട്ടികളെ കൂട്ടമാണെങ്കിൽ പോലും ആക്രമിക്കുന്നത് ശരിയല്ല എന്നും അങ്ങനെ എടുക്കുന്ന നിലപാടുകൾ, ഒരു പോറൽ പോലും അവരുടെ മേൽ ഏൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു കേരളത്തിൻ്റെ പൊതുമനസാക്ഷി, അത് കമ്മ്യൂണിസ്റ്റുകളാവട്ടെ BJP-ക്കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ, അവരാരും എടുത്തു പോരരുത് അത്തരത്തിലുള്ള നിലപാട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും പാർട്ടിയുടെ അഭിപ്രായവും. ഞാൻ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി വീക്ഷണത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വീക്ഷണത്തിന് അതിൻ്റെ ഒരു മാനേജിങ് ടീമുണ്ട്
ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട്. അവർ തിരുത്തുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പാർട്ടി തക്കതായ നടപടിയെടുക്കും. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്മേൽ മറ്റൊരു ചർച്ചയുടെ സ്കോപ്പുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.